ഇടുക്കി മുള്ളരിങ്ങാടിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച അമറിലാഹിയുടെ ഖബറടക്കം ഇന്നാണ്. രാവിലെ 8:30 മുള്ളരിങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം രാത്രി വീട്ടിലെത്തിച്ചിരുന്നു. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വണ്ണപ്പുറം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് UDF-ഉം LDF-ഉം. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. നമ്മളെയൊക്കെ വളരെ വേദനിപ്പിച്ച സംഭവമാണ് അമീറലാഹിയുടെ മരണം. ഇന്നലെ 3:30 കൂടിയാണ് അമീറലാഹിയും സുഹൃത്തും മൻസൂറും ചേർന്ന് ഈ പശുവിനെ അഴിക്കാൻ പോയത്. തുടർന്ന് സംഭവിച്ച കാര്യങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതും ഞെട്ടലുണ്ടാക്കുന്നതുമാണ്. 2 കാട്ടാനകൾ ഇവരെ ഒരുമിച്ച് ആക്രമിക്കുകയായിരുന്നു. മൻസൂറിൻ്റെ കാലിന് തുടയ്ക്കാണെന്ന് തോന്നുന്നു ഒരു പൊട്ടലുണ്ട്. ഈ അമീറിന് രക്ഷപ്പെടാൻ സാധിച്ചതുമില്ല. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് അവിടെ പ്രതിഷേധക്കാർ പറയുന്നത്? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? ഇപ്പോൾ മൃതദേഹം വീട്ടിലെത്തിച്ചു കഴിഞ്ഞു അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, ഇന്ന് രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 മണിയോട് തന്നെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മുള്ളരിങ്ങാടുള്ള ഈ വീട്ടിന്റെ മുമ്പിൽ ഇപ്പോൾ അടുത്ത ബന്ധുക്കൾക്കും നാട്ടുകാർക്കും പൊതുദർശനത്തിന് വേണ്ടി മൃതദേഹം വെച്ചിരിക്കുകയാണ്. 8:30ക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. തൊട്ടടുത്ത് തന്നെയുള്ള ജുമാ മസ്ജിദ് പള്ളിയിൽ ഖബറടക്കം നടക്കും. 8:30ക്ക് നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളടക്കം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ പറയുന്ന വീടിന്റെ തൊട്ട് മുൻഭാഗത്ത് തന്നെയാണ് ഈ വനം വകുപ്പിന്റെ ഇത്തരത്തിൽ തേക്ക് പ്ലാന്റേഷൻ ഉള്ളത്. ഈ പ്ലാന്റേഷനോട് ചേർന്ന് ഈ ഭാഗത്തൊക്കെ തന്നെ കാട്ടാനകൾ എത്താറുണ്ട്. അത്തരത്തിൽ കാട്ടാനശല്യം രൂക്ഷമായ ഒരു മേഖല ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരത്തിൽ ഫെൻസിംഗ് അടക്കം വേണം എന്ന് നാട്ടുകാർ നിരവധി തവണ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട്. പക്ഷേ അത്തരത്തിൽ ഫെൻസിംഗ് നിർമ്മിച്ചിരുന്നില്ല. അതിനെ തുടർന്ന് നാട്ടുകാർ തന്നെ പണമെടുത്ത് അവർ സ്വന്തം ചെലവിൽ ഫെൻസിംഗ് നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ വൈദ്യുതി പ്രവാഹം ഇല്ല എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പല ഭാഗങ്ങളിലും ഇനിയും നിർമ്മിക്കാനും ഇരിക്കുന്നുണ്ട്. എന്തായാലും ഈ കാണുന്ന തേക്ക് ഉള്ള ഭാഗത്ത് ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം സ്ഥിരമായി വരാറുണ്ട്. ഈ കാട്ടിലൂടെ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ ഒരു പുഴയുണ്ട്. ഈ പുഴ കടന്നാണ് കാട്ടാനകൾ എത്താറുള്ളത്. ചേട്ടാ, എങ്ങനെയാണ് സ്ഥിരമായി ഇവിടെ കാട്ടാനകൾ വരാറുണ്ട്? ഇവിടെ ഫെൻസിങ് എങ്ങനെ നാട്ടുകാർ നിർമ്മിച്ചാണോ? ഇത് പറയാൻ താല്പര്യമില്ല. ഈ മരണപ്പെട്ടതിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. ഈ ഫെൻസിങ് ഞങ്ങൾ പൈസ മുടക്കി ഇട്ടേക്കണാണ്. കാരണം ഈ ഫോറസ്റ്റുകാർ ഞങ്ങളിവിടെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. ഇത് മൊത്തം വനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഗൂഢാലോചനയാണ്. ഇങ്ങനെ എല്ലാവരും ഇവർ കൊല്ലും. ഞങ്ങൾ ഇന്നിപ്പോൾ കൊച്ചിനെ കൊന്നു, നാളെ എന്നെ കൊല്ലും. ഇവിടെ വലിയ പൈസ ഇല്ലാത്ത പാവങ്ങളെല്ലാവരെയും കൊല്ലും. പാവങ്ങളുടെ പറമ്പുകളാണ് ഈ കാണുന്നത്. ഈ വനത്തിനോട് ചേർന്ന് ജണ്ടയിട്ട് തിരിച്ച് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഭൂമിയാണ്. ഈ കമ്പിയൊക്കെ ഞങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. ഈ കമ്പിയിലൊന്നും കറണ്ടില്ല. ഞങ്ങൾ ഈ മാന പേടിക്കാൻ വേണ്ടി കെട്ടിയേക്കണം. ഞങ്ങൾ പിരിവിട്ട് കെട്ടിയേക്കണം. ഞങ്ങൾ ഈ അത്താഴപ്പണിക്കാരാണ്. ദൈനംദിന തൊഴിൽ ചെയ്ത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് മരിച്ചു പോയത്. ഞങ്ങളിങ്ങനെ കൊല്ലാൻ വിടരുത്. നിങ്ങളൊന്നെങ്കിൽ എല്ലാവരും മാധ്യമങ്ങൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അതിൽ നന്ദിയുണ്ട്. നല്ല രീതിയിൽ ഇത്തരത്തിൽ വനം വകുപ്പിനോടൊക്കെ പലതവണ ആവശ്യപ്പെട്ടിരുന്നോ? വനം വകുപ്പിനോട് ആവശ്യപ്പെട്ട് വനം വകുപ്പുകാർ അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ രാത്രി തീയിട്ട് കാവലിരിക്കുന്നു. അവർ ശമ്പളം വാങ്ങിക്കുന്നു, തിരിച്ചു പോകുന്നു. ഞങ്ങൾക്കെതിരെ കേസെടുക്കുന്നു. ഞങ്ങളെ പറമ്പുകളിൽ നടക്കാൻ സമ്മതിക്കില്ല, വെള്ളം എടുക്കാൻ സമ്മതിക്കില്ല, വിറക് വെട്ടാൻ അതിനൊന്നും ആരും പോണില്ല കേട്ടോ. വിറകൊന്നും വെട്ടാൻ ആരും പോണില്ല. പക്ഷെ ഞങ്ങളോട് ഭയങ്കര ഉപദ്രവമാണ് വനം വകുപ്പ്. വനം വകുപ്പും വനത്തിലെ മൃഗങ്ങളും ഏതാണ്ട് ഒരേ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറണത്. അതാണ് പ്രശ്നം. ഈ സമയത്ത് നിങ്ങൾ നോക്കിക്കുക, ഒരു വനം വകുപ്പുകാരനോട് ഉണ്ടോന്ന് നോക്കി. നിങ്ങൾ കണ്ടോ? എവിടെയും കണ്ടോ? ഈ ഫെൻസിങ് ഇത് എവിടെ ഒരു 100 മീറ്റർ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 5 കിലോമീറ്ററോടെ ഇട്ടാലേ ഈ വനത്തിൻ്റെ അങ്ങേരത്തെത്തുള്ളൂ. ഈ വനം ആകെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവ് വനമുള്ളൂ. ഇതിലാണ് ഈ 5 ആനയുള്ളത്. ഈ ആന അപ്പുറം നേരിയങ്ങളും പഴയുടെ അക്കരെ കിടന്ന ആന ഇവന്മാർ രാത്രി എങ്ങാണ്ട് തട്ടി ഇവിടെ കൊണ്ടുവന്ന് വിട്ടാന്ന് പറഞ്ഞു. ആനയ്ക്ക് തിന്നാനുള്ള ഭക്ഷണവും ഇല്ല. തേങ്ങൂപ്പികൾ കണ്ടില്ലേ? ആന എന്നെ കഴിക്കണേ? വെള്ളമുണ്ടോ? ഒന്നുമില്ല. അപ്പം എല്ലാ ദിവസവും കാട്ടാനകൾ ഇങ്ങോട്ട് വരാറുണ്ടെങ്കിൽ ഇത്തരത്തിൽ കിഴക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ഒരു കത്തോലിക്ക പള്ളിയുള്ളിടത്ത് 350 കുടുംബം ഉണ്ടായിരുന്നു. ഇപ്പോൾ 60 കുടുംബമുള്ളൂ. അതായത് 300 പേര് കൂടി അത്രയും വനായി അത്. അതുപോലെ ഞങ്ങളെല്ലാം ഇവിടുന്ന് വന്യമൃഗങ്ങളെ കയറ്റിവിട്ട് മുത്തങ്ങേര അരി വെടിവെക്കാൻ പറ്റില്ല. വെടിവെച്ചാൽ കേസാവും, പൊക്കേറാവും. അപ്പൊ അരുൺകുമാർ അത്തരത്തിലാണ്. മനസ്സിലായി. അദ്ദേഹം തിരിച്ചു വരാം.